മാടവന അത്താണി ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ നടന്നു. മാടവന അത്താണി ആശുപത്രിയിൽ പ്രസവ ചികിത്സയും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ബക്കർ മേത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിബന്ധങ്ങളുണ്ടാകും, കാലതാമസമുണ്ടാകും, ക്ഷമാപൂർവമുള്ള കാത്തിരിപ്പ് വേണ്ടിവരും. പക്ഷേ അതിൻ്റെ ഒരു നൈരന്തര്യം, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ഒരു തുടർച്ച ഇടതടവില്ലാതെ ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് ഈ സമരം അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ട വിധത്തിൽ ഉജ്ജ്വലമാവുകയും ജ്വലിച്ചു നിൽക്കുകയും അധികാരികളെ പ്രകോപിപ്പിക്കുകയോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിതമാക്കുകയോ ചെയ്യുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി, എന്തുകൊണ്ട് നമുക്ക് ഈ കിടത്തി ചികിത്സ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അധികാര കേന്ദ്രീകരണവും അധികാര വിഭജനവും തങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചില ക്ഷീണമുണ്ടാക്കുന്നു എന്നുള്ള ചില ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ KV വിനോദ് അധ്യക്ഷത വഹിച്ചു. സിറാജ് അത്താണി സ്വാഗതം ആശംസിച്ചു. ബോണിഫസ് ബെന്നി വിഷയാവതരണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പരിസ്ഥിതി പ്രവർത്തകൻ PK ധർമ്മരാജ്, മുസ്ലിം ലീഗ് നേതാവ് VK അബ്ദുൽ മജീദ്, ഡോക്ടർ PS ബാബു, KC ശശീന്ദ്രൻ, സിറാജുദ്ദീൻ ഷാജി, അജേഷ് തൈത്തറ, PV സത്യൻ, നിയാസ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. നന്ദഗോപൻ വെള്ളത്താടി സമരപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷിഹാബ് അത്താണി, OM ശ്രീജ, കൃഷ്ണകുമാർ, ഷമീർ, KV രാജീവൻ, ബിന്ദു സന്തോഷ് തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി. മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ചിരിക്കുന്നത് കുന്നോള ആശുപത്രിയിലേക്കാണ്. ആ ഫണ്ട് അവിടെയുള്ള ഇവിടുത്തെ ജനങ്ങളെ മരുന്നിന്റെ ആവശ്യം അവിടെയാണ് നമുക്ക് ലഭിക്കാന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എറിയാട് ഭാഗത്തുള്ള ആളുകൾക്കാണ് ഇവിടെ മരുന്ന് കിട്ടുന്ന സംവിധാനം. ഇതൊക്കെ തന്നെ ആരോഗ്യരംഗം അട്ടിമറിക്കുന്ന ഒരു രീതിയിലുള്ള സംവിധാനമാണ് ഏത് സർക്കാരുകളായിക്കോട്ടെ, കേന്ദ്ര സർക്കാരായിക്കോട്ടെ, സംസ്ഥാന സർക്കാരുകളായിക്കോട്ടെ, പ്രാദേശിക സർക്കാരുകളായിക്കോട്ടെ. ഈ തരം മാറ്റങ്ങൾ നമ്മൾ ജനകീയ മുന്നേറ്റത്തിലൂടെ, നേരത്തെ പറഞ്ഞ നമ്മുടെ സമരം 100 വർഷത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി 100 വർഷത്തിൽ കൂടുതൽ നമ്മൾ പടപരിചരിച്ചാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. നമ്മൾ മുന്നേറും. ജനങ്ങള് പ്രതികരിച്ചാൽ മാത്രമേ, രാഷ്ട്രീയത്തിന്റെ